ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു ആപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആപ്പ് ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ആപ്സിൽ കോമൺലി കാണപ്പെടുന്ന, വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു UI കോമ്പണൻ്റ് ആണ്. അതിൻ്റെ പേരാണ് ടാബ്ബാർ. നമ്മളുടെ സിമുലേറ്ററിൽ താഴെ കാണപ്പെടുന്ന ഈ മെനു പോർഷനെയാണ് ടാബ്ബാർ എന്ന് വിളിക്കുന്നത്. ഇതിൽ നമ്മൾ 2 ടാബ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, പ്ലെയേഴ്സ് അതുപോലെ തന്നെ ഗാലറി. പ്ലെയേഴ്സ് എന്ന ടാബിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റാണ് കാണിക്കുന്നത്. അതുപോലെ ഗാലറിയിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പുതിയൊരു ഒരു ബ്ലാങ്ക് സ്ക്രീൻ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഹോം വ്യൂ അതുപോലെ തന്നെ പ്ലെയർ ഡീറ്റെയിൽ വ്യൂ എന്നീ 2 സ്ക്രീൻസ് ഇവിടെ കാണാം. ഇനി നമ്മൾക്ക് പുതുതായി ഒരു ടാബ് മെനു ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി സ്ക്രീൻസിൽ ഞാൻ പുതിയ ഒരു SwiftUI ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ബേസ് വ്യൂ എന്നാണ് ഞാൻ അതിന് നെയിം കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ടാബ് ബാറിനെ ആഡ് ചെയ്യാം. അതിനായി ഈ ടെക്സ്റ്റ് വ്യൂ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ടാബ് വ്യൂ ആഡ് ചെയ്തു, അതുപോലെ തന്നെ എൻഡ് ഓഫ് ടാബ് വ്യൂ. കണ്ടോ, ഇപ്പോൾ താഴെ നമുക്കൊരു മെനുവിൻ്റെ ഒരു പോർഷൻ ഒരു ഗ്രേ കളറിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ടാബ് മെനു. ഇനി നമുക്കിതിലേക്ക് ടാബ് മെനുവിലേക്കുള്ള ഐറ്റംസ് ആഡ് ചെയ്യാം. അതിനായി നമുക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റിംഗ് സ്ക്രീനാണ്. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുടെ ഹോം സ്ക്രീൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്ക് അതിന് ടാബ് ഐക്കൺ അതുപോലെ തന്നെ ടൈറ്റിൽ സെറ്റ് ചെയ്യാം. ഇമേജ് കൊടുക്കുന്നു, സിസ്റ്റം നെയിം person.3. ഇതാണ് നമ്മളുടെ ടാബ് ഇമേജിൻ്റെ നെയിം. അതുപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു, ടൈറ്റിൽ ആഡ് ചെയ്യുന്നു. പ്ലെയേഴ്സ് കണ്ടോ, ഇപ്പോൾ താഴെ നമുക്ക് പ്ലെയേഴ്സ് എന്ന ഒരു ടാബ് മെനു കാണാം. നമുക്ക് സെക്കൻഡ് ടാബ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായി നമ്മൾക്ക് ഗാലറി എന്നൊരു പുതിയൊരു സ്ക്രീൻ കൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. അതിനായി ഗാലറി എന്ന ഒരു സെക്കൻഡ് സ്ക്രീൻ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്ക്രീനിൽ വന്നു, ന്യൂ ഫയൽ എടുത്തു, പുതിയ SwiftUI ഫയൽ ആഡ് ചെയ്യുന്നു. ഗാലറി വ്യൂ. ഓക്കെ, എന്നിട്ട് ഈ ടെക്സ്റ്റ് മാറ്റി ഗാലറി എന്ന് കൊടുത്തു, റെസ്യൂം ചെയ്തു. ഇപ്പോൾ നമുക്ക് ഗാലറി എന്നൊരു ലേബലുള്ള ഒരു സ്ക്രീൻ ക്രിയേറ്റ് ആയി. ഇനി നമ്മൾ ഇത് ടാബിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുവേണ്ടി ഇതിന് താഴെ ഗാലറി വ്യൂ, ടാബ് ഐറ്റം, ഇതിൻ്റെ ഐക്കണിൻ്റെ നെയിമാണ് photo.on.rectangle.angle. കണ്ടോ, നമ്മൾക്കിപ്പോൾ ഒരു ഗാലറിയുടെ ഒരു ഐക്കൺ ആഡ് ചെയ്യും. ഇനി അതിന് ടൈറ്റിൽ കൊടുക്കാം. അതിനുവേണ്ടി ടെക്സ്റ്റ് എടുത്തു, ഗാലറി എന്ന ടൈറ്റിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മളുടെ കോഡ് റൺ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇവിടെ iPhone 12 സിമുലേറ്റർ സെലക്ട് ചെയ്തു, റൺ ചെയ്യുന്നു.
കണ്ടോ? പക്ഷേ നമുക്കിവിടെ നമ്മളുടെ ടാബ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടാബ് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ആപ്പിൻ്റെ ഒരു ബേസ് ഫയൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ആപ്പിൻ്റെ നെയിമിലുള്ളൊരു ഫയലുണ്ട്, ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആപ്പ്. ഇവിടെയാണ് നമ്മൾ റൂട്ടായിട്ട് ഏത് വ്യൂ ആണെന്ന് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഹോം വ്യൂ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് റീപ്ലേസ് ചെയ്തിട്ട് നമ്മളുടെ ബേസ് വ്യൂ എന്നാക്കണം. അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്യുന്നു. ബേസ് വ്യൂ എന്നാക്കി. ഇപ്പോൾ നമ്മളുടെ ബേസ് വ്യൂ ആയി നമ്മളുടെ ആപ്പിൻ്റെ റൂട്ട്. ഇനി നമ്മൾ ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. കണ്ടോ? ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളുടെ ടാബ് മെനു ക്രിയേറ്റ് ആയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനെയും ഇവിടെ ലിസ്റ്റ് ചെയ്യാം. പ്ലെയറിൽ ടാപ്പ് ചെയ്യുമ്പോൾ അവരുടെ ഡീറ്റെയിൽ സ്ക്രീനിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഗാലറി എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗാലറി എന്ന ആ ഒരു പുതിയ സ്ക്രീൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി നമുക്ക് ഉടൻ കാണാം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ മല്ലു ആപ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.